so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference. നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തി പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ. പ്രതിപക്ഷ നേതാവിന്റെ അധ്യക്ഷതയിൽ പറവൂർ നിയോജക മണ്ഡലത്തിൽ വിവിധ വകുപ്പുകളിൽ നിന്നും നടപ്പിലാക്കി വരുന്ന വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വിലയിരുത്തി. പറവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് അനുവദിച്ചിട്ടുള്ള 10 കോടി രൂപയുടെ പുതിയ കെട്ടിടത്തിന്റെ മണ്ണ് പരിശോധന നടന്നു വരികയാണെന്നും പരിശോധനാ ഫലം വന്നുകഴിഞ്ഞാൽ അടിയന്തരമായി ഡിസൈൻ തയ്യാറാക്കി ടെൻഡർ നടപടികൾ സ്വീകരിക്കാമെന്നും പറവൂർ ബോയ്സ് ഹൈസ്കൂളിലെ മൾട്ടിപർപ്പസ് ഹാളിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണെന്നും കഴിഞ്ഞ വർഷം അനുവദിച്ച പറവൂർ ടൗൺ മോഡൽ LP സ്കൂൾ, ഏഴിക്കര ഹൈസ്കൂൾ എന്നിവയുടെ നിർമ്മാണം നടന്നുവരികയാണെന്നും രണ്ടാമതായി അനുവദിച്ച കുമാരവിലാസം LP സ്കൂൾ, പെരുമ്പടന്ന LP സ്കൂൾ എന്നിവയുടെ മണ്ണ് പരിശോധനയ്ക്കുള്ള ടെൻഡർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും നിയോജക മണ്ഡലത്തിലേക്ക് അനുവദിച്ച അംഗൻവാടികളെല്ലാം തന്നെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടെന്നും പറവൂർ നഗരസഭയിലെ പാപ്പുക്കുട്ടി ലൈബ്രറി, പുത്തൻവേലിക്കര ഗ്രാമപഞ്ചായത്തിലെ ഗുരുസ്മാരക വായനശാല എന്നിവയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണെന്നും മടപ്ലാതുരത്ത്, കോട്ടുവള്ളി എന്നിവിടങ്ങളിലെ 2 ക്ഷീരോത്പാദക സംഘത്തിനായി അനുവദിച്ച കെട്ടിടവും പറയകാട് സാഹിത്യാനന്ദ ലൈബ്രറിയുടെയും പറവൂർ നഗരസഭയിലെ ആശാൻ സ്മാരക വായനശാലയുടെയും നിർമ്മാണം ടെൻഡർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗത്തിൽ അറിയിച്ചു. കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്തിലെ പണക്കാട് തുരുത്ത്, ചെമ്മായം കോട്ടുവള്ളി, പുത്തൻവേലിക്കര ഗ്രാമപഞ്ചായത്തിലെ തുരുത്തൂർ പൊയ്യ, ചേന്നമംഗലം ഗ്രാമപഞ്ചായത്തിലെ മാട്ടുപുറം ചേന്നമംഗലം പാലങ്ങളുടെ നിർമ്മാണത്തിനായി സ്ഥലം വിട്ടു നൽകിയവർക്കും മൂത്തകുന്നം LP സ്കൂളിനായി സ്ഥലം വിട്ടു നൽകുന്ന സ്ഥല ഉടമയ്ക്കും ഈ മാസം അവസാനത്തോടെ വിട്ടു നൽകിയ സ്ഥലത്തിന്റെ വില നൽകണമെന്ന് സ്ഥലമെടുപ്പ് തഹസീൽദാർക്ക് നിർദ്ദേശം നൽകി. പറവൂർ നഗരസഭയിലെ പൂതയിൽ പാലം, ഏഴിക്കര ഗ്രാമപഞ്ചായത്തിലെ ആമ്പത്തോട് പാലം, ചേന്നമംഗലം ഗ്രാമപഞ്ചായത്തിലെ മാട്ടുപുറം ചേന്നമംഗലം എന്നീ പാലങ്ങളുടെ സാങ്കേതിക അനുമതിക്കുള്ള എസ്റ്റിമേറ്റ് തയ്യാറായി വരുന്നതായും തത്തപ്പിള്ളി വള്ളുവള്ളി പാലത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായെന്നും അടിയന്തരമായി പ്രവൃത്തി ആരംഭിക്കുമെന്നും പൊതുമരാമത്ത് വകുപ്പ് പാലം കിഫ്ബി വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ അറിയിച്ചു. നബാർഡിന്റെ ധനസഹായത്തോടെ പറവൂർ നഗരസഭ, ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നടന്നുവരുന്ന റോഡ് നിർമ്മാണ പ്രവൃത്തികളും ആനച്ചാൽ കലുങ്കു മുതൽ മുനിസിപ്പൽ കവല വരെയുള്ള റോഡ് മുഴുവനായും റീടാറിംഗ് പ്രവൃത്തികളും നിയോജക മണ്ഡലത്തിലെ പറവൂർ നഗരസഭയിലും വിവിധ പഞ്ചായത്തുകളിലുമായി MLAയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുള്ള എല്ലാ റോഡുകളും ഫെബ്രുവരി മാസത്തോടെ നവീകരിക്കുമെന്നും കോടതിക്കുള്ളിലെ റോഡുകളുടെ നവീകരണ പ്രവൃത്തി ടെൻഡർ ചെയ്തിരിക്കുകയാണെന്നും പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ അറിയിച്ചു. പറവൂർ നഗരസഭാ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചീഫ് ടെക്നിക്കൽ എക്സാമിനറുടെ പരിശോധന ഈ ആഴ്ച നടക്കുമെന്നും അത് കഴിഞ്ഞാൽ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം ആരംഭിക്കുമെന്നും ഏഴിക്കര ഗ്രാമപഞ്ചായത്തിലെ പ്ലേഗ്രൗണ്ടിന്റെ നിർമ്മാണം ഈ ആഴ്ചയോടുകൂടി പൂർത്തിയാകുമെന്നും സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കണക്കൻകടവ് പാലത്തിന്റെ സിവിൽ വർക്കുകൾക്കായി അനുവദിച്ച 15 കോടി രൂപയും നഗരസഞ്ചയ 15ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റായി പുത്തൻവേലിക്കര ഗ്രാമപഞ്ചായത്തിലേക്ക് അനുവദിച്ച 15 കോടി രൂപയും മെക്കാനിക്കൽ വിഭാഗത്തിനായി കൈമാറിക്കൊണ്ട് സംയുക്തമായി എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനായി മേജർ ഇറിഗേഷൻ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. നിലവിലെ പാലത്തിന്റെ കേടുവന്ന ഒരു ഷട്ടർ നന്നാക്കുന്നതിനുള്ള 28 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നിന്നും തുക അനുവദിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ലഭിക്കാത്ത പക്ഷം MLA ഫണ്ടിൽ നിന്നും ഇതിനായി തുക അനുവദിക്കുന്നതിനു വേണ്ടിയുള്ള പ്രത്യേക അനുമതി ലഭ്യമാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് യോഗത്തിൽ അറിയിച്ചു. കോഴിത്തുരുത്തു പാലത്തിന്റെ സാങ്കേതികാനുമതിക്കുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി വരികയാണെന്നും ഇറിഗേഷൻ വകുപ്പിനെ ചുമതലപ്പെടുത്തി ഇപ്പോൾ ഉത്തരവ് നൽകിയിട്ടുള്ള പാലിയം കുളിക്കടവ് പാലത്തിന്റെ ഡിസൈൻ എത്രയും വേഗം തയ്യാറാക്കുന്നതിനും ഇറിഗേഷൻ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, വിവിധ വകുപ്പുകളിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ, കരാറുകാർ, തഹസീൽദാർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. How was today? Anything new? We sang, we danced, and we wrote. Is it true? Yes. Mom, my teacher is like you. Really? So nice, so caring, and very loving. Thank you. While built on the basics of values like wisdom,
virtue, honor, and more. Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.